ഹൈ പ്രോട്ടീനും ഫൈബർ കണ്ടൻറ്റും ഒരുപാട് ന്യൂട്രിയൻസും ഒക്കെയുള്ള സോയ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സോയ ഉലർത്തിയത്. ഇതിൻ്റെ റോസ്റ്റഡ് ടെക്സ്ചർ കണ്ട മീറ്റ് ഉലർത്തിയതാണെന്നേ തോന്നും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ 1.5 കപ്പ് സോയ ചങ്ക്സ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി കുതിർക്കാൻ വെക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി അത് തിളയ്ക്കുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. മിനിമം 20 മിനിറ്റെങ്കിലും സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ സോയ നല്ല സോഫ്റ്റായിട്ട് വരും. 20 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ജലാംശം പരമാവധി കളയണം. ജലാംശം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ടൈം റോസ്റ്റിങ്ങിന് വേണ്ടി വരും. അപ്പോൾ പരമാവധി കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പൾസ് ചെയ്തെടുക്കാം. ജാറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് കുത്തി നിറച്ച് ഇട്ട് കൊടുക്കരുത്. കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൾസ് ചെയ്തെടുത്താൽ മതി. അതുപോലെ അരഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് ഉലർന്ന് കിട്ടിയാൽ മതി. ചതച്ചതുപോലെ ഒന്ന് കിട്ടിയാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് നമ്മൾ പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം ഇതിൻ്റെ ടെക്സ്ചർ. സോയ ചങ്ക്സ് എല്ലാം ക്രഷ് ചെയ്തെടുത്ത് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ പരമാവധി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ ചൂടായാൽ 2 മീഡിയം സൈസ് സവാള കനം കുറച്ച് അരിഞ്ഞത് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. സവാള വഴണ്ടു വന്നാൽ അതിലേക്ക് 1/2 ഇഞ്ച് വലിപ്പത്തിൽ ഇഞ്ചിയും 6 വെളുത്തുള്ളിയും കൂടി എടുത്ത് ചതച്ചിട്ടോ അല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ടോ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴണ്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മീറ്റ് മസാല. മീറ്റ് മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ആയാലും മതി. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മീറ്റ് മസാലയാണ് കേട്ടോ. അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. പൊടികൾ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിൻ്റെ കളറിൽ തന്നെ നല്ല മാറ്റം വരും. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1/2 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം സോയയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെല്ലാവരും കൂടി. മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എരിവ് കുറവാണ്. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ മതിയാവും. കാരണം മീറ്റ് മസാലയിൽ മുളക് പൊടിയുണ്ട്. അപ്പോൾ എരിവ് കൂടി പോകരുത്. ഇനി എണ്ണയൊക്കെ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് സോയ ഈ മസാലയിലിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. സോയ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഈ ടൈമിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഇളക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സോയ ഉലർത്തിയത് റെഡിയായി വന്നിട്ടുണ്ട്. മീറ്റ് മസാലയും തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് മീറ്റ് കഴിക്കുന്ന അതേ ഫീലോട് കൂടി നമുക്ക് കഴിക്കാം. കാണുമ്പോഴും അതുപോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള സോയ ഉലർത്തിയത് എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ. താങ്ക്